ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബസ്കൂൾ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാനും നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാനും തന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഏവരെയും കർത്തൃനാമത്തിൽ ഈ ശാബസ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീതിയുള്ള, സ്നേഹമുള്ള, പരമാധികാരിയായ ഒരു ദൈവത്തെക്കുറിച്ചാണ്. 7 പാഠങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ ദൈവത്തിൻ്റെ ആ നീതിയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുടനീളം കാണുമ്പോൾ ദൈവവചനം എന്താണ് അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ 8ാമത്തെ പാഠത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് വളരെ സങ്കീർണതയുള്ളതായ ചില മനുഷ്യൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായ അറിവ് പകരുന്ന ഒന്നാണ്. മാറ്റമില്ലാത്ത ദൈവത്തിന്, മാറിക്കൂടാത്ത ദൈവത്തിന്, കള്ളം പറയാത്ത ദൈവത്തിന് നമ്മോട് പറയാനുള്ളതായ അനവധി കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നാം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ കർത്താവ് തന്നെ സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുന്ന ആ കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ തൻ്റെ ശിഷ്യഗണത്തിന് താൻ പോയ ശേഷവും പലതരം പ്രതികൂലങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ധൈര്യപ്പെടുത്തുന്ന വാക്ക് മനപ്പാഠവാക്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചിന്തിക്കാം. മനപ്പാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യമാണ്. ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, പക്ഷേ നാം ആശ്രയിക്കുന്നത് ആരിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് ആ കഷ്ടത്തെ അതിജീവിക്കുവാനും അല്ലെങ്കിൽ അതിലകപ്പെടുവാനും ഇടവരുന്നത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അധൈര്യപ്പെടാതിരിപ്പാൻ ലോകത്തെ ജയിച്ചവനിൽ നാം ആശ്രയിക്കണം എന്ന് കർത്താവിൻ്റെ ശിഷ്യഗണത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പഠിക്കുന്ന ഈ വാക്യം നമുക്കും ധൈര്യം പകരുന്നതായിരിക്കട്ടെ. പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പം ഇന്നത്തെ പാഠത്തിൻ്റെ ഉള്ളടക്കം നാം പരിശോധിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ഈ പാഠത്തിൻ്റെ അന്തസ്സത്തയായിട്ട് അല്ലെങ്കിൽ അതിൽ നമുക്ക് ഉൾപ്പെടുത്തി തന്നിരിക്കുന്നതായ വലിയ സത്യങ്ങളെന്ന് പറയുന്നത്. അത് സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവം പരമാധികാരിയായി ഈ അഖിലാണ്ടത്തെ ഭരിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നതായ ആ തിരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മളുടേതായ ആഗ്രഹങ്ങൾ, നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ആഗ്രഹങ്ങൾ, അവയുടെ മുഖത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പരമാധികാരിയായ ദൈവം എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കരുതൽ, അവിടുത്തെ സഹാനുഭൂതി, അവിടുത്തെ ദൈവാനുഗ്രഹം എപ്രകാരമാണ് കഷ്ടങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഈ സ്നേഹവാനായ ദൈവം ചൊരിയുന്നത് എന്നുള്ളതായ പാഠത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഒന്നാമത് നാം പഠിക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചപ്പോൾ പരമാധികാരിയായ ദൈവം, സകലത്തെയും ഭരിക്കുന്ന സർവശക്തൻ, ആൽഫയും ഒമേഗയുമായവൻ ഓരോ മനുഷ്യനും തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം കൊടുത്തു. അവൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഈ സർവശക്തനായ ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ പ്രതികൂലം അവിടെയല്ല, അല്ലെങ്കിൽ പ്രശ്നം അവിടെയല്ല, നമുക്ക് മനസ്സിലാകാത്ത കാര്യം അവിടെയല്ല. നമ്മളുടേതായ ആഗ്രഹങ്ങൾ അത് നിലയ്ക്കാത്തതാണ്. ആ നിലയ്ക്കാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുടെ പിറകെ നാം പോകുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്നതായ പ്രതികൂലങ്ങളിൽ ഈ സ്നേഹവാനായ ദൈവം നമ്മെ കരുതുന്നില്ല എന്ന തോന്നൽ നമ്മിൽ ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ളതായ ഒരു സിദ്ധാന്തം, അനവധി സിദ്ധാന്തങ്ങളും വിശ്വാസങ്ങളും ഇന്ന് ലോകത്ത് നിലനിൽക്കുകയാണ്. അപ്പം ഒരു കൂട്ടർ വിധിയാണെന്ന് പറയുമ്പോൾ വിധിയെ അതങ്ങനെയാണ് എഴുതി വച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെ മരിക്കണം, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണം, ഞാൻ ഇങ്ങനെ ജീവിക്കണം, ഏതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പഠിപ്പിക്കുന്നതായ സിദ്ധാന്തങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഈ കാര്യത്തിൽ എന്താണ് നമുക്ക് തരുന്നത്?
കർത്താവ് പറഞ്ഞു നമ്മുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുന്നത് അവിടെ നിന്ന് അറിയുന്നു. അത്ര പരമാധികാരിയും സർവജ്ഞാനിയുമായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ എന്തുകൊണ്ടത് അനുവദിക്കുന്നു? ദൈവത്തിന് അവിടെ നമ്മളെ അതിൽ നിന്ന് പിന്മാറ്റിക്കൂടായിരുന്നോ എന്ന് മാനുഷികമായ ശബ്ദം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉയരാറുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ദൈവവചനത്തിൽ എന്താണ് ഇന്ന് നമുക്ക് നൽകി തന്നിരിക്കുന്നതെന്ന് ഈ ആഴ്ചയിലെ പാഠത്തിലൂടെ നാം പഠിക്കാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് സർവശക്തിയുള്ള ദൈവം, പരമാധികാരിയായ ദൈവം. അതാണ് ഒന്നാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത്. അപ്പോൾ ഈ പരമാധികാരിയായ ദൈവം അവിടുത്തെ പരമാധികാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ നമ്മെ എങ്ങനെ കാണുന്നു എന്ന് നാം പഠിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് ചില വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനുണ്ട്. അതിൽ പ്രധാനമായ വാക്യമെന്ന് പറയുന്നത് സങ്കീർത്തനം 81 11 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ നാം പഠിക്കുന്നത് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അപ്പം പരമാധികാരിയും സർവശക്തനും സർവജ്ഞാനിയും ആൽഫയും ഒമേഗയുമായ ദൈവത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനായ ദൈവമാണ്. നമുക്ക് വന്നു ഭവിക്കുന്നതായ കഷ്ടങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ട്. എന്നാൽ ആ കഷ്ടത്തിൻ്റെ നടുവിൽ നമ്മുടെ മനോഭാവം എന്താണെന്ന് ആ 81 സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. 81 സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ 11 വാക്യം പറയുന്നത് എൻ്റെ ജനം എൻ്റെ വഴികളിൽ നടക്കുന്നില്ല. അപ്പോൾ പ്രശ്നം അവിടെയാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നാം നടക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് വന്നു ഭവിക്കുന്ന കഷ്ടങ്ങളാണ് നാം അനുഭവിക്കുന്നത്. അല്ല, ദൈവം അറിയാതെയല്ല, ദൈവം എല്ലാം അറിയുന്നുണ്ട്. എന്നാൽ അവയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിച്ചു അനേക ഭക്തന്മാരെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരികയുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതാണ് ഒരു പ്രശ്നം. ദൈവം പറഞ്ഞത് അവർ മടങ്ങി വന്നെങ്കിൽ അവരെ എത്ര കാര്യമായിട്ടാണ് ദൈവം നോക്കുന്നത്. അവരുടെ മടങ്ങി വരവും അവരുടെ മാനസാന്തരവും പ്രതീക്ഷിക്കുന്ന സ്വർഗീയ പിതാവ്, അവരുടെ പോയ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നത് അവരെന്ത് ചെയ്തു? ദൈവത്തെ കൂട്ടാക്കാതെയുള്ള ഒരു ജീവിതമാണ് നയിച്ചത് എന്ന് പറയും. പല സിദ്ധാന്തങ്ങളാണ്, വിധിയാണ് ഒരു മനുഷ്യനെ ദൈവം ഇങ്ങനെ തന്നെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയെ മറികടക്കുവാൻ തക്കവണ്ണമാണ് ഈ ദൈവവചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇനി യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ 30-ാം അധ്യായം 15-ഉം 18-ഉം വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. യെശയ്യാവ് 30-ന്റെ 18-ഉം 15-ഉം വാക്യങ്ങൾ അതിവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. 15-ാം വാക്യം പറയുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. 18-ാം വാക്യം പറയുന്നത് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അപ്പം നമുക്ക് കൃപ താമസിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്നു എന്ന് യെശയ്യാവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകി തരികയാണ്. ദൈവം ഒരിക്കലും നാം നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നാം രക്ഷിക്കപ്പെടുവാനും സകലരെയും രക്ഷപ്പെടുത്തുവാനുമാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കുമ്പോൾ ഒരു ജഡം പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ദുഷ്ടൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ്റെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കുന്നു. നമുക്ക് കരുണ കിട്ടാതെ അലയുന്നു എങ്കിൽ നമ്മൾ മനം തിരിയാതെ ഇരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുമ്പോൾ അത് നമ്മളെ അങ്ങനെ ആക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് വചനം വ്യക്തമാക്കുകയാണ്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് തരുന്ന ആലോചന എന്താണെന്ന് നോക്കാം. യെരുശലേമിന് പുറത്തു വച്ച ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറവീൻ. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സ് വന്നില്ല. ഇവിടെ വീണ്ടും
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അവിടുത്തെ ഹൃദയവും നമുക്ക് ഈ വാക്യത്തിലൂടെ പറയുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലും ഈ വാക്യം നമുക്ക് പ്രവചനമായിട്ട് നൽകി തന്നിട്ടുണ്ട്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് അപകടങ്ങൾ വരുമ്പോൾ ചേർക്കുന്നത് പോലെ നമ്മുടെ ആ പിന്മാറ്റ അവസ്ഥയിലും നമ്മൾ അങ്ങ് ദൂരെ ദൂരെ പോകുമ്പോഴും വിളിച്ചു ചേർക്കുന്ന പിതാവിൻ്റെ ആ ശബ്ദം കേൾക്കാതെ മാറിപ്പോകുന്നതായ ജനത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വിധിയായിട്ട് ദൈവം ആരെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചിട്ടില്ല എന്ന വ്യക്തമായ അറിവാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഈ നാളുകളിൽ നൽകിത്തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സഹായഹസ്തം മനസ്സിലാക്കുവാൻ നാം ഉത്സുകരായിരിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കഥ യോസഫിൻ്റെ കഥയാണ് കൊടുത്തേക്കുന്നത്. ജോസഫിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പം ജോസഫ് ഒരു കുറ്റവും ചെയ്തില്ല എങ്കിലും ജോസഫ് പൊട്ടക്കിണറ്റിലിടപെട്ടു, സഹോദരന്മാരെ നിന്ദിതരായി വസ്ത്രാക്ഷേപം നടത്തി, അദ്ദേഹത്തെ എന്തു ചെയ്തു? ഇശ്മായേല്യ കച്ചവടക്കാർക്ക് വിറ്റു. അവിടെ നിന്ന് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അടിമച്ചന്തയിൽ നിന്ന് പോയി, അവിടെ നിന്ന് ഓടി കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടതായി വന്നു. അത്രയും കഷ്ടതകളുടെ നടുവിലൂടെ സഞ്ചരിച്ചിരുന്നതായ ജോസഫ് നമുക്ക് വലിയ ഒരു പാഠം തരുന്ന എന്താണ്? ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തോട് ചേർന്നിരുന്ന ഒരു ദൈവ പൈതലായിട്ട് നമുക്ക് മാതൃക കാട്ടിത്തരികയാണ്. നമ്മുടെ ഏത് കഷ്ടത്തിൻ്റെ നടുവിലും നമ്മുടെ ആശ്രയം ആരിലാണ് എന്ന് ഉറപ്പിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ ആശ്രയം എവിടെയാണ് എന്ന് നാം എപ്പോഴും ആരാഞ്ഞറിയണം. ഈ ലോകത്തിലെ കാര്യാദികളിൽ നമ്മൾ ആശ്രയവും വെച്ച് അതിൻ്റെ പിറകെ പോയതിന് ശേഷം നമുക്ക് വന്നു ഭവിക്കുന്ന കഷ്ടതകൾ അത് ദൈവം അറിഞ്ഞിട്ടാണ്, ദൈവം അങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് എന്ന സിദ്ധാന്തത്തിൻ്റെ പുറകെ പോകാതെ നമ്മുടെ ആശ്രയം ദൈവത്തിൽ പുതുക്കിക്കൊണ്ട് കർത്താവിൻ്റെ ആ വിടുതലിൻ്റെ കരം നീട്ടുന്നത് കാണുവാനുള്ള വിശ്വാസ കണ്ണോട് ജീവിക്കുന്ന ഏതൊരു ഭക്തനും അവിടുത്തെ കരം നീട്ടി അവനെ രക്ഷിക്കുന്ന അനുഭവങ്ങൾ പ്രാപിക്കുവാൻ ഈ നാളുകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മറന്നു പോകരുത്. ദൈവം അങ്ങനെ ആരെയും തൻ്റെ പരമാധികാരത്താൽ അങ്ങനെ എഴുതി വച്ചിട്ടില്ല. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുണ്ടായ സിദ്ധാന്തങ്ങളാണെന്ന് നാം മനസ്സിലാക്കി ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ഉറപ്പിക്കുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നതായ കാര്യം. രണ്ടാമത്, ദൈവം സർവശക്തനാണ്, അല്ലെങ്കിൽ സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവത്തിൻ്റെ സർവശക്തി വെളിപ്പെടുന്ന അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ വചനങ്ങൾ നമ്മൾ പഠിച്ച സർവശക്തനായ ദൈവത്തെ മഹത്വീകരിക്കുവാനൊക്കെ വേണം നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ അപ്രമേയ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനൊക്കെ വേണം നാം താഴ്മയോടെ ഇരിക്കുവാനുള്ള വചനങ്ങളാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചുള്ള ഒരു വാക്ക് ഗ്രീക്ക് പദമായിരിക്കാം, പാൻഡോക്രാട്ടർ എന്നൊരു വാക്കാണ് ഈ മലയാള പരിഭാഷയിലും കൊടുത്തേക്കുന്നത്. ആ വാക്ക് ചിലപ്പോൾ നമുക്ക് അപരിചിതമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് മലയാളം പുസ്തകത്തിലോ ഇംഗ്ലീഷ് പുസ്തകത്തിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആൾമൈറ്റി ഗോഡ് എന്നാണ്. സർവശക്തിയുള്ള ദൈവം, സർവ പരമാധികാരിയായ ദൈവം, സകലത്തെയും ആൽഫയും ഒമേഗയുമായ ദൈവം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ നാമകരണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമമാണ് ആൾമൈറ്റി ഗോഡ്, അല്ലെങ്കിൽ സർവശക്തനായ ദൈവം. അവിടുത്തെ ശക്തി അത്ര സർവശക്തി, എല്ലാ ശക്തിയേക്കാളും വലുതാണ് എന്ന് നാം പഠിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സർവശക്തി എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി വീഴുമെന്ന് ദൈവത്തിന് അറിയത്തില്ല, പിന്നെന്തിനാ എന്നെ അങ്ങോട്ട് വിട്ടത്? നാം ചിന്തിക്കത്തില്ലേ? അങ്ങനെ വരുമെന്ന്, ഏദൻ തോട്ടത്തിൽ പാവം വരുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ എന്തിനാ അവർക്ക് ആ വൃക്ഷം അവിടെ വെച്ചത്, അങ്ങനെ ഒരു കാര്യം വെച്ചത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സംസാരിക്കത്തില്ലേ പലപ്പോഴും നമ്മൾ? മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സർവശക്തി മാറ്റമില്ലാത്തതാണ്, മാറിക്കൂടാത്തതാണ്, ആർക്കും പകരുവാൻ തക്കവണ്ണം അത് കഴിയത്തില്ല.
അപ്പോൾ ആ സർവശക്തിയുള്ള ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്കിന് ഒരിക്കലും മാറ്റമില്ല. പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യണം? മരിക്കണം. അങ്ങനെ പാപം ചെയ്യുന്ന ദേഹി മരിക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ആ വചനം മാറ്റുവാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യരൂപമെടുത്ത് ഇവിടെ വന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നാം പറയുമ്പോൾ അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. അവിടുത്തെ സന്നിധിയിൽ അസാധ്യം എന്നൊരു കാര്യമേ ഇല്ല. അവിടുത്തേക്കെല്ലാം സാധ്യമാണ്. അസാധ്യങ്ങളൊക്കെ നമുക്കാണ് ഉള്ളത്. ദൈവത്തിന് സകലവും സാധ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന് സകലവും സാധ്യമാണ്. മനുഷ്യർക്ക് പലപ്പോഴും അസാധ്യമാണ്, ദൈവത്തിന് സകലവും സാധ്യമാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിലും നാം അത് വായിക്കുന്നുണ്ട്. നാം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. യേശു അവളെ നോക്കിയിട്ട്, ഇത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. ഇവിടെ ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ച കർത്താവ് ആർക്കും സ്വർഗരാജ്യത്തിൽ അങ്ങനെ കടക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണ്, ദൈവത്തിന് സകലവും സാധ്യമാണ്. അപ്പം ദൈവത്തിങ്കിൽ ആശ്രയിക്കുന്നവർക്ക് അസാധ്യമായിട്ടൊന്നും വരികയില്ല, സാധ്യമാക്കും ദൈവം. ആ വഴികളെ ദൈവം അതിനായിട്ട് തുറക്കും എന്നുള്ള കാര്യമാണ് വേദപുസ്തകം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ദൈവം സർവശക്തനാണെങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായ കാര്യം, ദൈവം ചില കാര്യം ചെയ്യത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ അത് ഈസിയായിട്ട് മനസ്സിലാക്കിയാൽ നമ്മളെപ്പോലെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളല്ല ദൈവം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളൊരു കാര്യം ചെയ്താൽ അത് സാരമില്ല എന്ന രീതിയിൽ നമ്മളതിനെ കോംപ്രമൈസ് ചെയ്യും. ദൈവത്തിന് അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ദൈവം അങ്ങനെ മാറാത്തവനാണ്. അവിടുത്തെ വചനത്തിനും മാറ്റമില്ല. അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, മാറാത്ത ദൈവത്തിൻ്റെ സ്വഭാവം, അവിടുത്തെ സ്വഭാവം ത്യജിക്കുവാൻ ഒരിക്കലും ദൈവത്തിന് സാധ്യമല്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുകയാണ്. ദൈവം എന്ത് ചെയ്യാണ്? അവിടുന്ന് പറഞ്ഞതുപോലെ മാതൃകയായിട്ട്, സ്വർഗത്തിൻ്റെ മാതൃകയായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യർക്കത് സാധ്യമാക്കാൻ പറ്റുമെന്നും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒരിക്കലും തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാണ്, ദൂരത്തു നിന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകളെ ഗ്രഹിക്കുന്നവനാണ്. എല്ലാം ഉണ്ടെങ്കിലും ചില കാര്യം കർത്താവ് ചെയ്യത്തില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ആ ദൈവത്തോടടുത്തിരുന്നു കൊണ്ട് നമ്മളുടേതായ പരാജയങ്ങളെ ആരാഞ്ഞറിഞ്ഞ് ആ പരാജയത്തിൽ നിന്ന് നാം ക്ഷമ ചോദിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം ചൊവ്വാഴ്ചത്തെ പാഠത്തിലൂടെ നൽകി തരുമ്പോൾ ദൈവം സ്നേഹമാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുകയാണ്. എന്നാൽ സാത്താൻ ദൈവം ക്രൂരനാണെന്ന് കാണിക്കുവാൻ അനേക സിദ്ധാന്തങ്ങളെ പല പ്രകാരത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ദൈവം സ്നേഹമാണ്, അവിടുത്തെ സ്നേഹം പരിശുദ്ധമാണ്, അവിടുത്തെ സ്നേഹത്തിന് അതിരുകളില്ല, അവിടുത്തെ സ്നേഹം മുഖപക്ഷമില്ലാത്തതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തരുന്ന അനേക തിരുവചനങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം, അതിൻ്റെ 23-ാം അധ്യായം 37-ാം വാക്യത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്താണ് നമുക്ക് തരുന്ന വചനമെന്ന് ഒന്ന് ചിന്തിക്കാം. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നമ്മൾ നേരത്തെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ വാക്യം തന്നെ കർത്താവ് ആവർത്തിച്ച് പറയുന്ന, പ്രവാചകന്മാരുടെ വാക്കുകൾ ആവർത്തിച്ച് പറയുന്ന ഭാഗം നാം വായിക്കുകയുണ്ടായി. അവിടെ ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ ചേർത്ത് കൊള്ളുവാൻ മനസ്സുള്ള കർത്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ്. ആ മടങ്ങി വരുമ്പം എല്ലാ
ആഗ്രഹങ്ങളും സാധിക്കുവാൻ അവൻ്റെ ഓഹരിയും വാങ്ങിച്ച് വളരെ ദൂരം സഞ്ചരിച്ച് പിതാവിൽ നിന്ന് അകന്നുപോയ മകൻ, പോയത് മുതൽ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന പിതാവ്, അവൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നതായ പിതാവ്, അവൻ പ്രാകൃതനായി, രൂപം കെട്ടവനായി, അവൻ്റെ സർവ്വവും നഷ്ടപ്പെട്ടവനായി, കണ്ടാലറിയാത്ത വിരൂപനായി കടന്നു വന്നപ്പോഴും ആ പിതാവ് തൻ്റെ കമറോടണച്ചവനെ പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ഭാഗം നമ്മൾ ആ ഉപമയിൽ വളരെ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, സർവ്വലോകത്തെയും സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരികയുണ്ടായി. ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ പോകുമ്പോൾ നാം നമ്മുടേതായ വഴികളിൽ സഞ്ചരിച്ച് ഈ സ്നേഹവാനായ ദൈവത്തെ കുറ്റം പറയുന്ന അനുഭവങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് തീർന്നു പോകാത്തത്, ഉതിർന്നു പോകാത്തത്, ഒരു നാളും മാറിപ്പോകാത്തത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് മോശ തൻ്റെ ജനത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വചനം നമുക്ക് 4-5 വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്കും ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഈ തലമുറയിലേക്ക് നമുക്കൊന്ന് നോക്കുമ്പോൾ ഈ വചനത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇസ്രായേൽ മക്കൾക്ക് ആവർത്തനമായി ആ മോവാബ് സമഭൂമിയിൽ അനേക കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ അവരോട് പ്രത്യേകമായി പറഞ്ഞതായ തിരുവചനമാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ 4-5 വാക്യങ്ങളിലൂടെ നാം പഠിക്കുന്നത്. അവരോട് ആവർത്തിച്ച് കഴിഞ്ഞ 40 വർഷങ്ങൾ കൊണ്ട് അവരോട് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ തലമുറ ഇത്രമാത്രം രൂപമില്ലാത്ത പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് പോകുവാനുള്ള കാരണം എന്താണെന്ന് അവിടെ വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ സംസാരിക്കാത്ത മാതാപിതാക്കൾ, അതിനെ കൈക്കൊള്ളാത്തതായ മാതാപിതാക്കൾ, അതിനെ തിരിച്ചറിയാത്തതായ മക്കൾ, ഈ വഴിയാണ് ദൈവത്തിൽ നിന്ന്, സ്നേഹവാനായ ദൈവത്തിൻ്റെ ആ പരിശുദ്ധ സ്നേഹത്തെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു തലമുറയിലേക്ക് നയിക്കപ്പെടുന്നതെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവയോട് ചേർന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ നമ്മെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആലോചന കേട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമുക്ക് അനുഗ്രഹം തരും. ദൈവം ഒരു മനുഷ്യനല്ല, ദൈവമാണ്. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം കള്ളം പറയത്തില്ല. മനുഷ്യർക്ക് കള്ളം പറയാൻ പറ്റും. സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് ദൈവം മനുഷ്യനല്ല കള്ളം പറയുവാൻ. ദൈവം പറഞ്ഞതാണ്. അവിടുത്തെ വചനത്തിന് ഒരു മാറ്റവുമില്ല. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ നിന്നെ സമർപ്പിക്കുമെങ്കിൽ അവിടുന്ന് മാറാത്ത ദൈവമായിട്ട് നിൻ്റെ എല്ലാ വഴികളിലും അനുഗ്രഹങ്ങളെ കൊണ്ടുതരും. നാം മാറുന്നുവെങ്കിലോ നമുക്ക് അനുഗ്രഹത്തിന് പകരം കഷ്ടങ്ങൾ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം വളച്ചൊടിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം അകന്നു പോകരുതേ എന്ന് വചനം നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി അടുത്ത പാഠത്തിലേക്ക്, നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പോകുമ്പോൾ, നമ്മളുടെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പൂർണ്ണതയും. പൂർണ്ണനാണ് ദൈവം, പൂർണ്ണതയുള്ളൊരു ദൈവമാണ്. ദൈവത്തിൻ്റെ ആലോചനകളെല്ലാം പൂർണ്ണതയുള്ളതാണ്, ഒരു മാറ്റവുമില്ല അതിന്. ആ പൂർണ്ണതയുള്ള ദൈവം നമ്മളുടേതായ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം അതിനു വേണ്ടിയുള്ള റെമഡികളുമായിട്ട് വരുമെന്ന് വിചാരിക്കണ്ട. നാം സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം ദൈവം, അതാകാത്ത വഴിയാണെങ്കിലും ദൈവം മുമ്പേ സഞ്ചരിക്കണമെന്ന് നാം ശഠിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വളരെ ഒരു വാക്ക്, അതിന് ഒരുപാട് സിദ്ധാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വാക്കെന്ന് പറയുന്നത് മുൻ നിയമിക്കപ്പെടുക എന്നുള്ളതായ അർത്ഥത്തോടു കൂടിയ പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്കാണ്. അതായത് മുൻ നിയമിക്കപ്പെടുക.
ദൈവം അങ്ങനെ ഒരാളെ നാശത്തിനായിട്ട് മുൻ നിയമിച്ചിട്ടില്ല. ദൈവം ഒരാളെയും പരിശുദ്ധനായിട്ട് മുൻ നിയമിച്ചിട്ടില്ല. എല്ലാവരും ദൈവ തേജസ്സുള്ളവരായി ജീവിക്കുവാനുള്ള ഭാഗ്യത്തോടുകൂടെയാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. നമുക്ക് ആദ്യ മാതാപിതാക്കളുടെ മകനായ കയ്യൻ, അവൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ട ദൈവം അവനോട് സംസാരിക്കുന്നതായിട്ട് വേദപുസ്തകം വ്യക്തമാക്കുന്നു. കയ്യനെ വിളിക്കുന്നുണ്ട്. കയ്യനെ വിളിച്ചിട്ട് അവന് അതിൽ നിന്നും പിന്മാറുവാൻ തക്കവണ്ണം ദൈവം ആലോചന കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ പിന്മാറാതെ തൻ്റെ സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോയി കൊല്ലുകയാണ്. അവിടെ ദൈവം എന്ത് ചെയ്തു? അവിടുത്തെ സ്നേഹം വീണ്ടും അവൻ്റെ പിന്നാലെ, ആ ദൈവാനുഗ്രഹം അവൻ്റെ പിന്നാലെ കടന്നു ചെല്ലുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം, ആരും കൊല്ലാതിരിക്കുവാൻ അടയാളമിടുന്ന ദൈവാനുഗ്രഹം അതാണ് കയ്യിന് ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം അങ്ങനെ മുൻനിയമിച്ചിട്ടുള്ള ഒരാളെ പരിശുദ്ധനാക്കുവാനോ പാപിയാക്കുവാനോ നാം ആണ് തീരുമാനമെടുത്ത് അപ്രകാരം ആയിത്തീരുന്നത് എന്ന ചിന്ത നമ്മളെ ഈ നാളുകളിൽ ഭരിക്കേണ്ടതായിട്ട് ഉണ്ട്. ദൈവം അങ്ങനെ ആരെയും മുൻ നിയമിച്ചിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ദൈവ കുഞ്ഞായിട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് ആലോചന തന്നിട്ടുണ്ട്. ആ ആലോചനയെ നമ്മൾ തിരസ്കരിക്കുമ്പോൾ നാം അങ്ങനെ ആയിത്തീരണമെന്ന് ദൈവം മുൻ നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫറവോനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി. ദൈവമാണോ കഠിനപ്പെടുത്തി? അങ്ങനെ എഴുതി വച്ചേക്കുന്നത്. ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ദൈവമാണോ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത്? ദൈവം ആ ഫറവോന് മാനസാന്തരപ്പെടുവാനും ആ രാജ്യത്ത് കൂടുതൽ അനുഗ്രഹം വരുവാനും ദൈവജനത്തെ വിട്ടയക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ആ ഫറവോന് കാണിച്ചു കൊടുത്തെങ്കിലും ഫറവോൻ ഭൗതികമായ നന്മകളും ഭൗതികമായ നേട്ടങ്ങളുടെയും പുറകെ ചിന്തിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചാൽ വരാമായിരിക്കുന്ന വലിയ നഷ്ടങ്ങളെ കണക്കാക്കിക്കൊണ്ട് അവരെ വിട്ടയക്കാതെ കൂടുതൽ ഇറുകി ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കത്തില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയെന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിൻ്റെ നന്മകളും കഷ്ടനഷ്ടങ്ങളും ഒന്നുമല്ല, ലാഭക്കൊതി മാത്രം ചിന്തിച്ചു. ആ ലാഭക്കൊതിയാണ് അവനെ കൂടുതൽ റിജിഡാക്കുവാൻ അല്ലെങ്കിൽ അവനെ മത്സരിയാക്കുവാൻ ഇടയാക്കി തീർത്തത്. കയ്യിൻ്റെ കാര്യം നോക്കിയാലും അതുതന്നെയാണ്. ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളുടെ കാര്യം നോക്കിയാലും ഇതുതന്നെയാണ്. നമ്മുടെ സമകാലീനമായ പ്രതികൂലങ്ങളെ നമ്മൾ നോക്കിയാലും ഈ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ലോകത്തിൻ്റെ പിറകെ പോകുവാനും ചിന്തിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ദൈവത്തെ കൂടാതെയുള്ളതായ പോക്കുകളിലൂടെ അവർക്ക് വരുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം അവസാനം ദൈവത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു തലമുറ. ദൈവത്തിൻ്റെ വചനം അത് പറയുന്നില്ല. അതുകൊണ്ട് നാം അപ്രകാരം ചിന്തിക്കരുത്. ദൈവം അങ്ങനെ ആരെയും മുൻ വിധിയോടുകൂടി നീ നശിച്ചു പോകുമെന്ന് ചിന്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ജീവിക്കുക, അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണോ അതിനെ ആശ്രയിച്ചാണ് നിനക്ക് നന്മ വരാൻ പോകുന്നതും തിന്മ വരാൻ പോകുന്നതും. ദൈവം വളരെ വ്യക്തമായിട്ട് തൻ്റെ വചനത്തിലൂടെ നൽകി തന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പ്, നാം എന്താണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നല്ല വെളിച്ചം പ്രാപിച്ചുകൊണ്ട് നാം തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വലിച്ചു കൊണ്ട് പോകരുത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ലൂക്കോസ് 7-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ആലോചന തരുന്നത് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യം. പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വ്യർത്ഥമാക്കി കളഞ്ഞു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. യോഹന്നാനെക്കുറിച്ച് ദൈവം യേശുക്രിസ്തു സാക്ഷ്യം പറയുന്ന സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. യോഹന്നാൻ മാനസാന്തര സ്നാനം കൊടുക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും അവൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടില്ല. കാരണം എന്താ? അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് യോഹന്നാനെ കാണുവാൻ കഴിഞ്ഞില്ല.
അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് യേശുവിൽ മശിഹായെ കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർക്ക് വിശ്വാസം ത്യജിക്കപ്പെട്ട അനുഭവത്തിലേക്ക്, നാശത്തിലേക്കും പോകുവാൻ തക്കവണ്ണം ഇടയായത്. വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇങ്ങനെ ഒരു ആലോചന നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിപൂർണത നമ്മളുടെ ഇച്ഛാശക്തിക്കൊത്തവണ്ണം തീർക്കുവാനുള്ളതല്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, ഗെത്സമനേയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും മാറ്റണമേ. അപ്പോഴെന്താ എന്നിട്ട് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. നമ്മളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്ക് കഴിയാത്തത് വരുമ്പോൾ നാം പ്രാർത്ഥിക്കും, ദൈവമേ ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് നാം പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി. മരിക്കുവോളം ദൈവത്തിൻ്റെ കൃപയുടെ ഇഷ്ടത്തിൽ ജീവിച്ചു മരിച്ചതായ ഒരു ഭക്തനായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ. കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. യോബ് കഷ്ടതകളുടെ നടുവിലൂടെ കടന്നു പോയപ്പോൾ തനിക്കും മാനുഷികമായ ചോദ്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുമ്പിൽ താൻ മുട്ടുമടക്കി, ദൈവമേ എനിക്ക് ഇത്രയൊന്നും അറിയത്തില്ല എന്ന് സമ്മതിച്ചപ്പോൾ അവൻ്റെ അനുഗ്രഹം ഇരട്ടിയായിട്ട് ദൈവം കൊടുക്കുകയുണ്ടായി. നമ്മൾ ഈ നാളുകളിൽ പരിപൂർണനായ, സർവശക്തനായ, സ്നേഹവാനായ ഈ ദൈവത്തെ കുറ്റം പറയുന്ന ചിന്താഗതികൾ വരുന്ന കാര്യങ്ങളിലെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ദൈവിക ആലോചനകൾ പ്രാപിച്ച് നമ്മളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ജോസഫിനെ വിടുവിച്ചതുപോലെ തീച്ചൂളയിൽ ഇറങ്ങി ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ വിടുവിച്ചതായ ദൈവം, സിംഹക്കൂട്ടിലിറങ്ങി ദാനിയേലിനെ വിടുവിച്ചതായ ദൈവം, ആഘാതത്തിൽ പോയ യോനയെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം ദഹിക്കാതെ ജീവനോടെ ശേഷിപ്പിച്ചതായ ഈ ദൈവത്തിൻ്റെ അപ്രമേയ ശക്തി നമുക്ക് ലഭ്യമാകുവാൻ ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? ഈ സർവശക്തനോടുകൂടി ഈ സമ്പൂർണത പ്രാപിക്കുവാൻ നാം ഇഴുകിച്ചേരേണ്ടതായ ആവശ്യമുണ്ട്. ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കുന്ന ആ മർമ്മം നാം മനസ്സിലാക്കുവാൻ നാം താഴ്മപ്പെടേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകയിലേക്ക്, ആ സ്നേഹത്തിലേക്ക്, ആ മനസ്സിലേക്ക് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അവിടുത്തെ സഹാനുഭൂതിയുടെ പാത്രങ്ങളായി നാം മാറുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. വ്യാഴാഴ്ചത്തെ പാഠം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്യം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ ദൈവ പൈതലും അനവധി കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. ഒരു ക്രിസ്ത്യാനിക്ക് കഷ്ടമില്ലെന്ന് ആരും ധരിക്കരുത്. ഒരു യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന ഒരു ഭക്തൻ ഈ ഭൂമിയിൽ സർവ്വതും കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം. കാരണം എന്താണ്? അവൻ്റെ വിശ്വാസം നല്ല ജ്വലിക്കുന്ന വിശ്വാസമായി തീരുവാൻ, അവൻ്റെ ഭക്തി ജ്വലിക്കുന്നതായി തീരുവാൻ, അവൻ്റെ ജീവിതം സാക്ഷ്യത്തോടെ തിളങ്ങുവാൻ തക്കവണ്ണം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ദൈവഭക്തനായ മോശ 40 ദിവസം ഹോരേബിൽ ഇരുന്നപ്പോൾ തേജസ് വന്ന മുഖത്തോടുകൂടി ഇറങ്ങി വരുവാൻ കഴിഞ്ഞു. 40 ദിവസം ഏലിയാവ് ഓടിയപ്പോൾ അവന് കിട്ടിയ ഗുഹാമുഖത്തു നിന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും പിന്നീട് ഇരട്ടി ആരോഗ്യത്തോടെ വരുവാനും തക്കവണ്ണം സാധിച്ചതുപോലെ ഒരു ദൈവ പൈതൽ കഷ്ടതയിലൂടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ലോകത്തെ ജയിച്ചവൻ്റെ ആ അദൃശ്യ ശക്തി അനുഭവിക്കുവാൻ, അവിടുത്തെ കരുതലിൻ്റെ കരം നമ്മളെ നടത്തുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ ആഴ്ചത്തെ പാഠം നമുക്ക് ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകാം. ദൈവം ഇത് കാണുന്നില്ലേ, ദൈവം ഇത് അറിയുന്നില്ലേ, ദൈവം അല്ലെങ്കിൽ എൻ്റെ വിധി ഇങ്ങനെയാ എന്നെല്ലാം പറയുന്നതായ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നല്ല സാക്ഷ്യമുള്ളവരായി ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് വിടുതലിൻ്റെ കരം അനുഭവിക്കുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും അതിനായിട്ട് ഉതകണം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രതിയോഗിയുണ്ട് ഈ ലോകത്തിൽ. ആ പ്രതിയോഗിയെക്കുറിച്ച് പത്രോസ് പറയുന്നത് അലറുന്ന സിംഹമെന്നാണ്. ഈ അലറുന്ന സിംഹം ഇങ്ങനെ
ഇരകിട്ടാതെ അലറിക്കൊണ്ട് നടക്കുന്നത് പോലെ, ആരെയും പിടിക്കുവാൻ തക്കവണ്ണം അലറി തിരിഞ്ഞ് നടക്കുന്ന അവൻ്റെ ഒരു ഇരയായി അവനോട് ചേർന്ന് ഈ ലോകത്തിൽ ഒരു നാശകരായിട്ട് തീരുവാൻ അല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. തൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നല്ല സാക്ഷ്യമുള്ളവരായി വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മെ ഒരുക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലെ പാഠത്തിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുന്ന് പരമാധികാരിയും സർവജ്ഞാനിയും സർവശക്തനും ആൽഫയും ഒമേഗയുമാണെന്ന് ഈ ആഴ്ചയിൽ അടിയങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നടമാടുന്ന അനവധി കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, തിന്മയുടേതായ സകല മുഖങ്ങളും കാണുമ്പോൾ അവിടുന്ന് ഇത് കാണുന്നില്ലേ എന്ന് ഞങ്ങളുടെ ഇരുളടഞ്ഞ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ വഴി തിരഞ്ഞെടുക്കാതെ നടക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ അടിയങ്ങൾക്ക് അവിടുത്തെ ജ്ഞാനത്തെ കാണുവാൻ കഴിയാതെ പോകുമ്പോൾ അവിടുന്ന് കരുണയുള്ള ദൈവം, വിടുവിക്കുന്ന രക്ഷിക്കുന്ന വീരനായ അടിയങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അവിശ്വാസങ്ങളെ പൊറുക്കണമേ കർത്താവേ. അവിടുത്തോട് ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഒരു അർഹതയുമില്ല. മെനഞ്ഞവനോട് മണ്ണിന് ഒരു കർത്തവ്യവും നടത്തുവാൻ അധികാരമില്ല എന്ന് അവിടുത്തെ വചനം പറയുമ്പോൾ താഴ്മപ്പെട്ട് അങ്ങയുടെ ആ ജ്ഞാനത്തെ മനസ്സിലാക്കുവാൻ, സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, അവിടുത്തെ കൃപ ധാരാളമായിട്ട് അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓരോ ദൈവമക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസവും കോട്ടമുള്ള തലമുറയിൽ അടിയങ്ങളായിരിക്കുമ്പോൾ ഹൃദയം ഇരുണ്ടു പോകത്തക്ക വിധം കൊണ്ടുവരുന്ന സകല തിന്മകളുടെയും മധ്യത്തിൽ നന്മയിലേക്ക് നടത്തുവാൻ സർവശക്തിയുള്ള ദൈവത്തോട് അടിയങ്ങൾക്ക് ചേർന്നിരിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ മറച്ചാട്ടെ, എല്ലാ നന്മകളാലും അനുഗ്രഹിച്ചാട്ടെ, വരവോളം കാത്തു പരിപാലിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.